ഷീജ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. നിരവധി നേട്ടങ്ങളാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. അതിൽ വ്യക്തമായൊരു കാര്യം സൂചിപ്പിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും. ജനങ്ങളാണ് എല്ലാം, ജനങ്ങളാണ് വിധി എഴുതുന്നത് എന്ന് ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം ജനങ്ങൾ വിലയിരുത്തും എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അസിതാവതിക, ഇതിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, വർഗീയതയ്ക്കെതിരെ എന്താണ് LDFന്റെ നിലപാട്, എന്താണ് LDF ഇതുവരെയായി സ്വീകരിച്ചിട്ടുള്ളത്, ഇനി എന്താണ് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് LDF സർക്കാരിന്റെ തുടർച്ച, അതിനുള്ള മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ കേട്ടതിന്റെ തുടർച്ചയായി തന്നെ പറയാം. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷം എന്താണ് സംസ്ഥാനത്തുണ്ടായത്, എന്ത് തരത്തിലെ മാറ്റമാണ് സംസ്ഥാനത്തുണ്ടായത്, പ്രത്യേകിച്ചും 2016 മുൻപ് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്നത് ജനങ്ങൾ കൃത്യമായ രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും, അവരുടെ മനസ്സുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോഴാണ് 10 വർഷം കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലാകട്ടെ, വികസനത്തിന്റെ കാര്യത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റമാണ് വന്നത് എന്നത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടുകൂടി തന്നെ LDF വിജയിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൽ ജനങ്ങൾ ആണ് സർക്കാരിന്റെ, ഇടതുപക്ഷത്തിന്റെ കനകോലു എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മറ്റൊന്നാണ് ഈ വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകിച്ചും AK ബാലന്റെ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയായിരുന്നു മാധ്യമപ്രവർത്തകർ ആ പ്രസ്താവനയിലുള്ള പ്രതികരണമായിരുന്നു തേടിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് വർഗീയതയിൽ LDFും UDFും സ്വീകരിക്കുന്ന നിലപാട്, പ്രത്യേകിച്ചും LDF എന്നും വർഗീയതയെ എതിർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വർഗീയതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും LDF തയ്യാറായിട്ടില്ല. പക്ഷേ UDFന്റെ സമീപനം അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഒരു മാറാട് കലാപത്തിന്റെ ഒരു സാഹചര്യം, മാറാട് കലാപം മുതൽ ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം വരെയുള്ള വിഷയങ്ങളിൽ എന്തായിരുന്നു UDF സ്വീകരിച്ചത്, UDFിലെ മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് മാറാട് കലാപത്തിന്റെ ആ ഒരു സമയത്ത് അവിടെ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി അവിടെ ആ മാറാട് കലാപം നടന്ന സ്ഥലം സന്ദർശിക്കാനായി പോയി. പക്ഷേ അന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? RSSന്റെ എതിർപ്പ് കൊണ്ടാണ് കൂടെ കൂട്ടാത്തത്. അന്ന് താനും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ പോയി. പക്ഷേ ആരുടെയും അനുമതി വാങ്ങിക്കൊണ്ടല്ല അവിടേക്ക് ചെന്നത്. അവിടെ എത്തി ആ ജനങ്ങളെ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFും LDFും സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ വിഷയത്തിൽ ഉള്ള കൃത്യമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും LDF എന്നും കൃത്യം ഒരു ഒറ്റ നിലപാട് മാത്രം സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ UDF അങ്ങനെയല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ 5ാം മന്ത്രിസ്ഥാനത്തിലടക്കം എന്താണ് VD സതീശൻ അന്ന് സ്വീകരിച്ചിരുന്ന നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നുള്ള കാര്യം, അതാണ് AK ബാലൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ള കാര്യമാണ്. അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്.